എല്ലാ കൂട്ടുകാർക്കും ബഡ് ആൻഡ് ഫ്ലവറിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് റോസാ ചെടികളുടെ വേനൽക്കാല സംരക്ഷണത്തെക്കുറിച്ച് നോക്കാം. ഈ വേനൽക്കാലത്ത് നമ്മുടെ റോസാ ചെടികൾക്ക് എന്തെല്ലാം വളമാണ് കൊടുക്കേണ്ടത്, അതിൻ്റെ ഇലകളെല്ലാം കരിഞ്ഞു പോകാതെ നമുക്കതിനെ എങ്ങനെ സംരക്ഷിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇപ്പം നമ്മളുടെ റോസാ ചെടിയുടെയൊക്കെ അവസ്ഥ ഈ ഒരു അവസ്ഥയിലോട്ടാണ് മാറിയേക്കുന്നത്. ഇലകളെല്ലാം കരിഞ്ഞ് വെറും കമ്പുകൾ മാത്രം നിൽക്കുന്ന ഒരവസ്ഥ. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ചെടിയെ നല്ല വെയിലുള്ള ഭാഗത്താണ് ചെടി നിൽക്കുന്നതെങ്കിൽ ഒന്ന് സെമി ഷെയ്ഡിലോട്ട് മാറ്റി വയ്ക്കുക. അതായത് രാവിലത്തെ വെയിൽ മാത്രം കൊള്ളുന്ന ഒരു ഭാഗത്തോട്ട് നമുക്ക് ചെടിയെ മാറ്റി വയ്ക്കാവുന്നതാണ്. റോസാ ചെടിക്ക് ഒരു 5-6 മണിക്കൂർ വെയിൽ അത്യാവശ്യമാണ്. എങ്കിലേ അതിൽ ഇതേപോലെ ധാരാളം പൂക്കൾ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ നമ്മൾ ടെറസിലൊക്കെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അതിനൊരു ദിവസം മുഴുവനുമുള്ള വെയിൽ കൊണ്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ രാവിലത്തെ വെയിൽ കിട്ടുന്ന ഭാഗത്ത് ഒരു 12 മണി വരെയുള്ള വെയിൽ കിട്ടുന്ന ഭാഗത്തോട്ട് എവിടോട്ടെങ്കിലും മാറ്റുന്നത് നല്ലതായിരിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മൾ ചെടിയെ നനച്ചു കൊടുക്കുമ്പോൾ ഇതേപോലെ ഷവർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് ചെടി മൊത്തം നനഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചെടിയുടെ ചുവട്ടിൽ മാത്രം വെള്ളം ഒഴിക്കാതെ ഇതേപോലെ ഇലകൾ സഹിതം നനയുന്ന അളവിന് വേണം നനച്ചു കൊടുക്കാൻ. മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ചെടി നല്ല വെയിലത്താണ് നിൽക്കുന്നത്, മാറ്റി വയ്ക്കാൻ സ്ഥലമില്ല എങ്കിൽ ചെടിയുടെ ചുവട്ടിൽ ഇതേപോലെ കരിയിലയോ അല്ലെങ്കിൽ ഈ ചകിരിയോ അല്ലെങ്കിൽ നമ്മുടെ കൊക്കോ പിറ്റോ എന്തെങ്കിലും വെച്ച് നമുക്ക് മണ്ണിൻ്റെ മേലെ നിറച്ച് കഴിഞ്ഞാൽ ചെടി ഒരു പരിധി വരെ അത് കരിഞ്ഞു പോകാതെ നമുക്ക് രക്ഷിക്കാം. അതേപോലെ നാലാമത് ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരിക്കലും ഇതിന് കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കാതിരിക്കുക. നമുക്ക് ജൈവവളങ്ങൾ മാത്രം ഈ വെയിൽ സമയത്ത് കൊടുക്കുന്നതാണ് ഉത്തമം. നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ എപ്പോഴും ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസറാണ് ഈ വേനൽക്കാലത്ത് കൊടുക്കേണ്ടത്. അതാവുമ്പോൾ ചെടി പെട്ടെന്ന് ആഗിരണം ചെയ്യുകയും ചെയ്യും, ചെടി നല്ല രീതിയിൽ വളർന്നു കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഞാൻ കൊടുത്ത ഒരു ഫെർട്ടിലൈസറാണിത്. ഇത് മറ്റൊന്നുമല്ല, കറ്റാർ വാഴയാണ്. ഇത് പലരുടെ വീട്ടിലും കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്കത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് മിക്സിയിൽ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് മിക്സിയിൽ അരച്ചെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇതൊരു കുപ്പിയിലാക്കിയിട്ട് ഒരാഴ്ച വെള്ളം ഒഴിച്ചിട്ടിട്ട് അതിന് ശേഷം നമുക്കിത് ഇരട്ടി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്കിതേപോലെ റോസ് ചെടിയുടെ ചുവട്ടിലെല്ലാം ഒഴിച്ചു കൊടുത്താൽ ഈ ഇല കരിയുന്ന പ്രശ്നത്തിൽ നിന്ന് നമുക്കൊരു പരിധി വരെ നമ്മുടെ ചെടിയെ സംരക്ഷിച്ചെടുക്കാവുന്നതാണ്. ഈ റോസെല്ലാം ഞാൻ ബാൽക്കണിയിലാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഇത് അധികം ഇലകൾ കരിഞ്ഞു പോകാതിരിക്കുന്നത്. കാരണം രാവിലത്തെ ഒരു 12 മണി വരെയുള്ള വെയിൽ മാത്രമേ ഇത് കൊള്ളത്തുള്ളൂ. നീം ഓയിൽ നമുക്ക് മാസത്തിലൊരിക്കൽ തീർച്ചയായും ചെടിയിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഓരോ 15 ദിവസം കൂടുമ്പോഴും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കാരണം നമുക്ക് കെമിക്കൽ പെസ്റ്റിസൈഡ് അധികം ഈ വേനൽക്കാലങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുക. അതിന് നമ്മൾ രോഗങ്ങൾ വരുന്നതിന് മുൻപേ ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് നീം ഓയിൽ തീർച്ചയായും സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ്. പിന്നെ ഒരുപാട് ത്രിപ്സിൻ്റെയും ആംഫിഡ്സിൻ്റെയും അതേമാതിരി സ്പൈഡർ മൈറ്റ്സിൻ്റെയൊക്കെ ഉപദ്രവം ഉണ്ടെങ്കിൽ കോൺഫിഡോർ 1 ml 2 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയിലെല്ലാം ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെടി ഒരു പരിധി വരെ നമുക്ക് രക്ഷിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ ചെടി ഒരുപാട് രോഗങ്ങൾ വന്നതിന് ശേഷം സ്പ്രേ ചെയ്യാൻ നിൽക്കരുത്. ഓരോ 15 ദിവസം കൂടുമ്പോഴും നിങ്ങൾ നീം ഓയിലോ അല്ലെങ്കിൽ കോൺഫിഡോറോ എന്തെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ്. പിന്നീട് നമ്മുടെ ചെടിക്ക് കൊടുക്കേണ്ട അടുത്ത ഫെർട്ടിലൈസറാണ് കടലപ്പിണ്ണാക്ക്, അല്ലെങ്കിൽ കടുക് പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്. ഇതെല്ലാം കൂടെ ചേർത്ത് ബോൺ മീൽ പൗഡറും ചേർത്ത് നന്നായിട്ട് പുളിപ്പിച്ചിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് നേർപ്പിച്ചിട്ട് വേണം ഒഴിക്കാൻ. ഒരു കപ്പിന് 10 കപ്പ് വെള്ളം എന്ന രീതിയിൽ വേണം നമുക്ക് ഈ പിണ്ണാക്കിൻ്റെ സ്ലറി മിക്സ് ചെയ്യാൻ. അതേപോലെ ചാണകം പുളിപ്പിച്ചത്, ഇതൊക്കെ നമുക്ക് ഈ വേനൽക്കാലത്ത് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കഴിവതും കെമിക്കൽ ഫെർട്ടിലൈസറെല്ലാം ഉപയോഗിക്കാതിരിക്കുക.
അടുത്തത് ഞാനിവിടെ റെഡിയാക്കാൻ പോകുന്നത് നമ്മുടെ ചെടിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മാജിക് ഫെർട്ടിലൈസറാണ്. ഇത് പഴത്തിൻ്റെ തൊലിയും സവാളയുടെ തൊലിയുമാണ്. ഇതിലോട്ട് നമുക്കിപ്പോൾ അടുത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു 2 ടേബിൾ സ്പൂൺ ഉലുവയാണ്. ഉലുവ നമുക്കിങ്ങനെ തിളപ്പിച്ചും ചേർക്കാം, അല്ലെങ്കിൽ ഉലുവ ഒരു രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ നമുക്ക് ആ വെള്ളം ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കണം. ഈ പഴത്തിൻ്റെ തൊലിയുടെയും സവാളയുടെ തൊലിയുടെയും ഈ ഉലുവയുടെ എല്ലാം അംശം ഈ വെള്ളത്തിൽ ഇറങ്ങുന്ന വരെ തിളപ്പിക്കണം. ഇതിപ്പോൾ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്, നല്ല തിളച്ച് കളറേ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്കിത് ഫിൽറ്റർ ചെയ്തെടുക്കാം. ഫിൽറ്റർ ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് 1 ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് നമ്മുടെ ചെടിയിൽ ഒഴിച്ചു കൊടുത്താൽ ചെടിയിലൊക്കെ ധാരാളം പൂക്കളുണ്ടാകുകയും ഈ ഇല കരിയുന്ന പ്രശ്നം മാറിക്കിട്ടുകയും ചെയ്യും. ഇത് നമ്മുടെ എല്ലാ ചെടികൾക്കും നല്ലൊരു ഫെർട്ടിലൈസറാണിത്. ഈ റോസ് എല്ലാം ഞാൻ ടെറസിൽ വെച്ചേക്കുന്നതാണ്. ഭയങ്കര വെയിലാണ്, അതുകൊണ്ട് ഈ ചെടിയുടെ ഇലകളെല്ലാം വെയിൽ കൊണ്ട് ഇതേപോലെ ഉണങ്ങി, പൂക്കൾ വരെ ഉണങ്ങിയ ഒരു ഇതാണ്. കമ്പുകളെല്ലാം, ചില ചെടികളെല്ലാം തീരെ നശിച്ചു പോയിട്ടുണ്ട്. ഞാനപ്പോൾ ഇതിന് കൊടുത്തത് കഞ്ഞിവെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിരുന്ന സവാളയുടെ തൊലിയാണ്. സവാളയും പഴത്തിൻ്റെ തൊലി എന്ത് വേണേലും നമുക്ക് ഇട്ട് വയ്ക്കാം. ഈ സവാളയ്ക്കകത്ത് നൈട്രജൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് ചെടിയിൽ പുതിയ ഇലകളൊക്കെ വരാൻ ഇത് സഹായിക്കും. അപ്പോൾ അതുകൊണ്ടാണ് സവാള ഇട്ട് വെച്ച വെള്ളം ഞാൻ ചെടിക്ക് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. നമ്മൾ ഈ NPK പോലുള്ള ഫെർട്ടിലൈസർ കൊടുക്കുന്നതിന് പകരം നമുക്ക് സവാള ഇതേപോലെ കഞ്ഞിവെള്ളത്തിനകത്ത് ഇട്ട് വെച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതേപോലെ നമുക്ക് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്കിതിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതിൽ പുതിയ ഇലകളൊക്കെ വരുന്നതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. ആ ഉണങ്ങിയ ഇലയിലെല്ലാം ഇപ്പോൾ ഇത് പുതിയ തളിര് ഇലകളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ ചെടിയും ഇതേപോലെ ഉണങ്ങിയ ഇലകളെല്ലാം കരിഞ്ഞ് കമ്പ് മാതിരി നിൽക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഈ സവാള ഇട്ട് വെച്ച വെള്ളം കൊടുക്കുന്നതാണ് നല്ലത്. കാരണം ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരാനും പുതിയ തളിരിലകളൊക്കെ വേണമെങ്കിൽ നൈട്രജൻ അടങ്ങിയിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുന്നതാണ് കൂടുതലും നല്ലത്. അടുത്തത് നമ്മുടെ റോസ് ചെടിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു കൂട്ടുവളമാണിത്. ഇതിനകത്ത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ കമ്പോസ്റ്റ് ഉണ്ട്, ചാണകപ്പൊടിയുണ്ട്, ബോൺ മീൽ പൗഡർ, വേപ്പിൻ പിണ്ണാക്ക്, അതേപോലെ കടുക് പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക്, അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒന്നാണിത്. ഇത് നമുക്ക് മാസത്തിലൊരിക്കൽ നമ്മുടെ റോസ് ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കുക. റോസ് ചെടിക്ക് മാത്രമല്ല ഏത് തരം ചെടിക്കും നമുക്കിത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അടുത്ത് ഞാൻ റോസ് ചെടിക്ക് കൊടുക്കുന്ന വളം ഫിഷ് അമിനോ ആസിഡാണ്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മീൻ കഴുകുന്ന വെള്ളം ഉണ്ടെങ്കിൽ അതൊരു ആഴ്ച അടച്ച് വെച്ചിട്ട് അത് നമ്മുടെ ചെടികൾക്കെല്ലാം കൊടുക്കാം. റോസിന് മാത്രമല്ല എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് നമുക്കൊരു 15 ദിവസം കൂടുമ്പോൾ റോസ് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതേപോലെ ഇലകളിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് മീൻ കഴുകിയ വെള്ളം മാത്രമല്ല ചിക്കൻ കഴുകിയ വെള്ളവും നമുക്കിങ്ങനെ ഉപയോഗിക്കാം. 10 ml 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കാണ് മിക്സ് ചെയ്യേണ്ടത്. അങ്ങനെ നമുക്ക് ഓരോ 15 ദിവസം കൂടുമ്പോഴും ഇതേപോലുള്ള ലിക്വിഡ് ഫെർട്ടിലൈസർ നമ്മുടെ റോസ് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ വെയിൽ സമയത്ത് റോസ് ചെടിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അപ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ, നമുക്ക് കൊടുക്കാൻ പറ്റിയ കുറച്ച് ഫെർട്ടിലൈസർ, അതും ലിക്വിഡ് ടൈപ്പ് ഫെർട്ടിലൈസർ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ചെടിയുടെ വിശേഷവുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.